ജിമ്മിൽ പോകാതെ പ്രോട്ടീൻ പൗഡർ കഴിക്കാതെ കയ്യിൽ കിട്ടിയ വസ്തുക്കൾ കൊണ്ട് മാത്രം വർക്കൗട്ട് ചെയ്ത് ശരീരം ഉഷാറാക്കിയ ഒരു മുത്തഅല്ലിമിന്റെ കഥ നമുക്കൊന്ന് കാണാം വീഡിയോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇയാൾക്ക് വേറെ പണിയില്ലേ, അല്ലെങ്കിൽ ഉസ്താദന്മാർ ഖുർആനൊക്കെ ഓതി പള്ളിയിരുന്നാ പോരെ, എന്തിനാ ഇപ്പൊ ഈ ജിമ്മിന് പോകുന്നത്, അല്ലെ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത്, അവർക്ക് പറ്റിയ പണിയാണോ ഇത്? എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ വിചാരിച്ചു വെച്ച ഇസ്ലാം അത് തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇസ്ലാമിൽ സ്പോർട്സിനൊക്കെ വല്ലാത്ത മൂല്യം കൊടുത്തിട്ടുണ്ട്. നീന്തൽ പഠിച്ചാൽ സുന്നത്തിന്റെ കൂലിയ, കുതിരസവാരി പഠിച്ചാൽ സുന്നത്ത, അമ്പെയ്ത്ത് പഠിക്കുന്നത് സുന്നത്ത. അതുപോലെ നിന്റെ ശരീരത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, ആരോഗ്യമുള്ള ശരീരത്തിനു വേണ്ടി, ഇബാദത്തിൽ ഊർജ്ജസ്വലത കിട്ടാൻ വേണ്ടി നീ ജിമ്മിന് പോന്നോ, കൂലി കിട്ടും. അതുപോലെ സുരക്ഷയ്ക്ക് വേണ്ടി മാർഷൽ ആർട്സ്, കുങ്ഫും കരോട്ടൊക്കെ പഠിച്ചാൽ അതൊക്കെ അള്ളാന്റെ അടുക്കൽ കൂലി കിട്ടുന്ന കാര്യമാണ്. കാരണം നിന്റെ ശരീരത്തിന് ഇബാദത്തിന് വഴിപ്പെടാനും നിന്റെ സ്വയരക്ഷയ്ക്കും ആരോഗ്യത്തിനും നിന്റെ കുടുംബത്തിന്റെ സംരക്ഷണവും വേണ്ടിയിട്ടാ. അപ്പൊ ഇസ്ലാം അത്രയും മനോഹരമായിട്ടുള്ളൊരു മതമാണ്. ഇനി സ്ത്രീകൾക്ക് പഠിക്കുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? സ്ത്രീകൾക്ക് പഠിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. സ്ത്രീകൾ നോക്കുന്ന എത്രയോ ജിമ്മുകളുണ്ട്, സ്ത്രീകൾ പഠിപ്പിക്കുന്ന എത്രയോ മാർഷൽ ആർട്സിന്റെ സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം പോയി ഇസ്ലാമിക രീതിയിൽ അവർക്കെല്ലാം പഠിക്കാം. ഇസ്ലാം വിശാലമായ കാഴ്ചപ്പാടാണ്. ഉമർനങ്ങളും അലിയാരങ്ങളൊക്കെ യൂത്തന്മാരുടെ മാതൃകയാണ്. ഉശിരുള്ള ശരീരത്തിന്റെ ഉടമസ്ഥരായിരുന്നവർ. ഇയാൾ എന്തിനാണ് ഇതിനൊക്കെ ഇത്ര പൊക്കി പറയുന്നത്? ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം. ഞാനും ദർസ് പഠനം കഴിഞ്ഞ് ഏകദേശം ഒരു 7 വർഷക്കാലം മാർഷൽ ആർട്സിന്റെ കുങ്ഫു അഭ്യസിച്ച ആളാണ്, മൊയ്ത്തെ പഠിച്ച ആളാണ്, ബ്ലാക്ക് ബെൽറ്റും ഡാൻ ഫസ്റ്റൊക്കെ എടുത്ത ആൾ തന്നെയാണ്, മാർഷൽ ആർട്സിന്റെ അക്കാഡമി നടത്തിയ ആളാണ്. അതുപോലെ തന്നെ ഞാൻ ഹോട്ടൽ നടത്തിയ ആളാണ്. അതുപോലെ ചിലപ്പോൾ സ്റ്റാഫില്ലെങ്കിൽ ചില പൊറോട്ട അടിക്കാൻ സഹായിക്കും, ചിലപ്പോൾ കറികൾ സെർവ് ചെയ്യും. അപ്പം എന്നോട് പലരും ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ നിൽക്കുക, നിങ്ങളൊരു മതപണ്ഡിതനല്ലേ? എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ കുടുംബത്തെ പട്ടിണിയില്ല നോക്കാൻ ഞാൻ അധ്വാനിക്കുന്നത് തെറ്റാണോ? എൻ്റെ മുത്ത് റസൂലാണ് എൻ്റെ മാതൃക. അവിടുത്തെ കുടുംബത്തിന് വേണ്ടി കാരിക്കത്തോട്ടത്തിൽ വെള്ളം കോരി കൊടുത്തില്ലേ? ആടുകളെ മേച്ച നേതാവല്ലേ എൻ്റെ റസൂല്? അത് മാത്രമാണോ, മുത്തുനബി കച്ചവടം നടത്തിയിട്ടില്ലേ? കുടുംബത്തിന് വേണ്ടി എത്രയെത്ര ജോലികൾ ഏർപ്പെട്ട പ്രവാചക തിങ്കളാണ് എൻ്റെ നബി. ലോകത്തിൻ്റെ പ്രവാചകനായിരിക്കെ തന്നെ എൻ്റെ ഹബീബും ഇതൊക്കെ ചെയ്ത് മാതൃകയായില്ലേ? ഉസ്താദുമാർ വെള്ളം ഊരിയാൽ എന്താ പ്രശ്നമാണോ? വെള്ളയിൽ അടിക്കാവൊന്നും പേടിച്ചിരിക്കേണ്ടവരൊന്നുമല്ല. ഈ ദീനീ ദഅവത്തിന്റെ കൂടെ തന്നെ, ഈ ദീനീ പ്രബോധനത്തിന്റെ കൂടെ തന്നെ ഇസ്സത്തോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കാൻ നല്ല നല്ല കച്ചവടങ്ങൾ ചെയ്യുക തന്നെ വേണം. അത് അഭിമാനമുള്ള ഒരു നാളേക്ക് വേണ്ടിയാണ്. പിന്നെ കൂട്ടുകാരാ, നമ്മളൊക്കെ മുത്തഅല്ലിമീങ്ങളാണ്, മാതൃകയാകേണ്ടവരാണ്. ബീഡി ചെയ്യുമ്പോൾ ഷർട്ട് ധരിക്കൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അത് ലജ്ജയുടെ ഭാഗം കൂടിയാണ്. അത് മാത്രമല്ല, ചിലപ്പോൾ മുണ്ടെടുത്തിട്ട് ചെയ്യുമ്പോൾ ഒരല്പം ഒന്ന് മുണ്ട് മാറിയാൽ പൊക്കിൾ ഭാഗം വെളിവാകും. അത് ഔറത്തിന്റെ ഭാഗമാണ്. അതൊരിക്കലും വെളിവാകാൻ പാടില്ല. ശ്രദ്ധിച്ചാൽ സന്തോഷം. ബാക്കിയെല്ലാം അടിപൊളിയാണ്. മാഷാ അല്ലാഹ്, അഭിനന്ദനങ്ങൾ.